ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഹിന്ദിയിൽ വളരെ എളുപ്പത്തിൽ സംസാരിക്കാൻ പറ്റിയ കുറച്ച് വാക്കുകൾ പറയാം. വളരെ എളുപ്പം നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരാളെ ദുഃഖിച്ചിരിക്കുന്ന കാണുമോ, ഒരാൾ വിഷമിച്ചിരിക്കുന്ന കാണുമോ? അപ്പോൾ നിങ്ങൾ ആളുടെ അടുത്തോട്ട് പോയിട്ട് പറയുവാണ്, ആപ്പ് പരീക്ഷാൻ മത്ത് ഹോന, ആപ്പ് പരീക്ഷാൻ മത്ത് ഹോന, നൈതോ ആപ്പ് പരീക്ഷാൻ നഹി ഹോന, ആപ്പ് പരീക്ഷാൻ മത്ത് ഹോന എന്ന് പറയണത് നല്ലത്. ആപ്പ് പരീക്ഷാൻ മത്ത് ഹോന, മേ ഹൂന, ആ പരീക്ഷാൻ മത്ത് ഹോന. പരീക്ഷാൻ മത്ത് ഹോന എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിഷമിക്കണ്ട. മേഹൂന എന്ന് പറഞ്ഞാൽ ഞാനുണ്ട്. മേഹൂന ആ പരീക്ഷാൻ മത്ത് ഹോന, അങ്ങനെ പറയാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരാളുടെ അടുത്ത് നിങ്ങൾക്ക് ഇപ്പം ഇങ്ങോട്ട് വരാൻ വേണ്ടി പറയണം, എങ്ങനെ പറയും? ഇതറാവോ, ആപ്പ് മേരെ പാസ്സാവോ, അല്ലെങ്കിൽ ആപ്പ് ഇതറാവോ എന്ന് പറയാം. ഇനി നിങ്ങൾ ഒരു ബുദ്ധിയില്ലാത്തങ്ങളാണോ എന്ന് അങ്ങനെ ചോദിക്കും. തു ബേവക്കൂഫ് ഹേക്കിയ, തു ബേവക്കൂഫ് ഹേക്കിയ എന്ന് ചോദിക്കാം. നീ ബുദ്ധിയില്ലാത്തവനാണോ, അങ്ങനെ ചോദിക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരാളെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എങ്ങനെ ആളോട് പറയുമെന്നറിയാമോ? മേ ആപ്സെ പ്യാർ കർത്താവൂ, മേ ആപ്സെ പ്യാർ കർത്താവൂ, മേ ആപ്കോ ചാത്താവൂ എന്നും പറയാം, മേ ആപ്സെ പ്യാർ കർത്താവൂ എന്നും പറയാം. പ്യാർ കർത്താവൂ എന്ന് പറഞ്ഞാൽ നിങ്ങളെ സ്നേഹിക്കുന്നു, ചാത്താവൂ എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്നാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പറയാം. ഇത് നിങ്ങൾക്ക് വളരെ എളുപ്പം മനസ്സിലാക്കേണ്ട, നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ജീവിതത്തിൽ നമ്മൾ എല്ലാവരും ഓരോ ആൾക്കാരുടെ അടുത്ത് സംസാരിക്കും, കൂടുതലായിട്ട് സംസാരിക്കും, പരിചയപ്പെടും. അപ്പോൾ നമുക്ക് പുതിയതായിട്ടാണ് എല്ലാ ആൾക്കാരും ആദ്യമായിട്ട് നമ്മൾ കണ്ടുമുട്ടുന്നത്. അപ്പോൾ ജീവിതത്തിൽ നമ്മൾ കൂടെ കൂട്ടുന്നവരെ വിശ്വസിക്കാൻ പറ്റത്തില്ലെങ്കിൽ, നമ്മളിപ്പം നമുക്കൊരാളെ വിശ്വസിക്കാൻ പറ്റാത്ത ആളാണെങ്കിൽ നമ്മൾ വേറൊരാളുടെ അടുത്ത് പറയുമല്ലോ, അവനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല, അവനെ വിശ്വസിക്കരുതെന്ന്. അതെങ്ങനെ പറയുമെന്ന് പറയാം. ആപ്പ് ഉസ്കോ യക്കീൻ മത് കർന, ആപ്പ് ഉസ്കോ യക്കീൻ മത് കർന, അല്ലെങ്കിൽ തും ഇസ്കോ യക്കീൻ മത് കർന. യക്കീൻ എന്ന് പറഞ്ഞാൽ നീ ഇവനെ വിശ്വസിക്കരുത്, ഇസ്കോ യക്കീൻ മത് കർന, വിശ്വസിക്കരുതെന്നാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരാളെ ഭയങ്കരമായിട്ട് വിശ്വാസമാണ്, അപ്പോൾ നിങ്ങൾ ആളെ ഒരുപാട് വിശ്വസിക്കുന്ന ആളുടെ അടുത്ത് തന്നെ പറയണേ എങ്ങനെയാണ്? മേ ആപ്പെ ബഹുത്ത് ഭരോസ കർത്താവോ, മേ ആപ്പെ ബഹുത്ത് ഭരോസ കർത്താവോ എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ ഒരുപാട് വിശ്വസിക്കുന്നു, ഞാൻ ഒരുപാട് നിങ്ങളെ വിശ്വസിക്കുന്നതാണ് ഭരോസ കർത്താവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അങ്ങനെ പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരാളുടെ കൂടെ ഒരു സ്ഥലം വരെ പോകണം. അപ്പം നിങ്ങൾ എന്നെ കൂടെ കൂട്ടുമോ, എന്നെ കൂടെ കൊണ്ടുപോകുമോ എന്നിങ്ങനെ ചോദിക്കും. മേ ബി ആപ്കെ സാത്ത് ആസക്ത ഹൂ ക്യാ, മേ ആപ്കെ സാത്ത് ആസക്ത ഹൂ ക്യാ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ മേ ബി ആപ്കെ സാത്ത് ആസക്ത ഹൂ എന്ന് ചോദിക്കാം. എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ കൂടെ വരട്ടെ എന്നാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു ആരുടെയെങ്കിലും അടുത്ത് ഒരു പാട്ട് പാടുമോ എന്ന് ചോദിക്കണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം. തുമേക്ക് ഗാനാ ഗാ സക്താ ഹൂ ക്യാ, തുമേക്ക് ഗാനാ ഗാ സക്താ ഹൂ ക്യാ എന്ന് ചോദിക്കാം. നീ ഒരു പാട്ട് പാടുമോ, നിങ്ങളൊരു പാട്ട് പാടുമോ എന്ന് ചോദിക്കാം. നിങ്ങൾക്ക് അപ്പോൾ ഞാൻ പറഞ്ഞ ആദ്യത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. പരീക്ഷാൻ മത്തോന എന്ന് പറഞ്ഞാൽ വിഷമിക്കണ്ടെന്നാണ്. അതൊക്കെ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി പ്രധാനമായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു ക്ലാസ്സിൽ കൂട്ടുകാരൊക്കെ ആയിട്ടിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരുത്തൻ നമ്മളെ ശല്യപ്പെടുത്തുന്നത് നമ്മൾ ടീച്ചറുടെ അടുത്ത് പറയണം. എങ്ങനെ പറയും? ടീച്ചർ യേ മുझे बहुत परेशान कर रहा है, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആളുടെ പേര് കൂട്ടി പറയാം. ടീച്ചർ യേ അരുൺ മുझे परेशान कर रहा है എന്ന് പറയാം. ഇയാൾ എന്നെ ബുദ്ധിമുട്ടിക്കുന്ന ടീച്ചർ എന്നാണ്. പരീക്ഷാൻ കർ രഹാ എന്ന് വെച്ചാൽ ശല്യം ചെയ്യുന്നെന്നാണ് കേട്ടോ, അങ്ങനെ പറയാം. ഇപ്പോൾ നമ്മളൊരു പ്രായമുള്ള ഒരാളെ കാണുവാണ്, അപ്പോൾ അയാളെ നമ്മൾ സഹായിക്കണം. അയാളൊരു പ്രായമുള്ള ആളാണെന്ന് നമ്മുടെ കൂട്ടുകാരൻ്റെ അടുത്ത് പറയണമെങ്കിൽ എങ്ങനെ പറയും? വോ ഏക് ബൂഢാ ആദ്മി ഹേ, ഉസ്കോ മദദ് കർന, വോ ഏക് ബൂഢാ ആദ്മി ഹേ, ഉസ്കാ മദദ് കർന തും എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ആ പോകുന്ന ആളൊരു പ്രായമുള്ള ആളാണ്, അയാളെ നിങ്ങൾ സഹായിക്കണമെന്നാണ്, അങ്ങനെ പറയാം. അതുപോലെ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഒരു ആൾ വന്നിട്ട് പറയുകയാണ്, ഈ സാധനം കുറച്ച് നേരത്തേക്ക് പിടിക്കുമെന്ന് പറയുവാണ്. അപ്പോൾ നിങ്ങൾ അത്
ശരി ഞാനത് എൻ്റെ കയ്യിൽ പിടിക്കാമെന്ന് എങ്ങനെ പറയും? മേ ചീസ്കോ അപ്പനെ ആത്മ രക്കൂങ്ക, സമാൽക്ക രക്കൂങ്ക എന്ന് പറഞ്ഞാൽ ഞാൻ ഈ സാധനം സൂക്ഷിച്ചു വെക്കാം. ചീസ് എന്ന് പറഞ്ഞ ഒരു സാധനം എന്നാണ് കേട്ടോ. മേ ചീസ്കോ അപ്പനെ പാസ് രക്കൂങ്ക എന്ന് പറയാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ചത് ഒരു സാധനം നമ്മൾ മറ്റൊരാളുടെ കയ്യിൽ കൊടുക്കാൻ വേണ്ടി എന്ത് പറയുമെന്നാണ്. ഇപ്പോൾ പറയണ അങ്ങനെയല്ല. ഈ സാധനം കുറച്ച് നേരം ഞാൻ പിടിച്ച് എൻ്റെ കയ്യിൽ വെക്കാമെന്ന് പറയുവാണ്. എൻ്റെ കയ്യിൽ ഞാൻ സൂക്ഷിക്കാമെന്ന്. അതെങ്ങനെ പറയും? മേ സമാൽക്ക രക്കൂങ്ക യെ ചീസ്കോ എന്ന് പറയാം. മേ ചീസ്കോ സമാൽക്ക അപ്പനെ പാസ് രക്കൂങ്ക എന്ന് പറഞ്ഞാൽ ഞാൻ ഈ സാധനം വളരെ സൂക്ഷിച്ച് എൻ്റെ കയ്യിൽ വെച്ചോളാം എന്നാണ് പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് ഇപ്പം ഒരാൾ ഇപ്പം നിങ്ങളൊരു കല്യാണത്തിന് എവിടെയെങ്കിലും പോകുന്നു, നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ചോറ് അല്ലെങ്കിൽ ഭക്ഷണം കുറച്ച് കൂടുതലായിട്ട് കൊണ്ടുവന്ന് ഇടുവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും വേണ്ട, ഇത് മതി, ഇത്രയും മതി എന്നങ്ങനെ പറയും. ബസ് മുझे इतना चाहिए भैया, ബസ് മുझे इतना चाहिए എന്ന് പറഞ്ഞാൽ, ബസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കയറിപ്പോകുന്ന ബസ്സല്ല കേട്ടോ. ബസ് എന്ന് പറഞ്ഞാൽ മതി, ഇത്രയും മതി, എനിക്ക് ഇത്രയും മതി. ബസ് മുझे इतना चाहिए भैया, മുझे इतना चाहिए, എനിക്ക് ഇത്രയും മതി എന്നാണ്. ബസ് എനിക്ക് ഇത്രയും മതി, എനിക്ക് ഇത്രയും മതി എന്നാണ്. ഇനിയിപ്പോൾ എനിക്ക് കുറച്ചുകൂടെ വേണമെങ്കിൽ എന്നാ പറയും? ഫിർസെ ഡാലോ മുझे थोड़ा सा चाहिए, मुझे और थोड़ा सा चाहिए. ഫിർസെ ഡാലോ മുझे और थोड़ा सा चाहिए. വീണ്ടും ഇട്, എനിക്ക് കുറച്ചുകൂടെ വേണം, കുറച്ചുകൂടെ ചോറ് വേണമെന്നാണെങ്കിൽ കുറച്ചുകൂടെ വേണമെന്ന് പറയണം. മുझे थोड़ा सा और चाहिए എന്ന് പറയണം. അപ്പോൾ അങ്ങനെ നിങ്ങൾ എളുപ്പത്തിൽ ഇത്രയും കാര്യങ്ങൾ പഠിക്കാൻ അറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹിന്ദി വളരെ എളുപ്പമായിട്ട് തോന്നും. ഞാൻ ഒരുപാട് ലോങ് ആയിട്ടുള്ള വീഡിയോ ഒക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇന്ന് നിങ്ങൾക്ക് അധികം വാക്കുകൾ പഠിപ്പിക്കാതെ ചെറിയ രീതിയിൽ ഇത്രയും കാര്യങ്ങൾ മാത്രം പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ശ്രമിച്ചത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള വീഡിയോ, അടുത്ത വീഡിയോ കാണാം. ടാറ്റ.